കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ബാക്ക് ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇഗ്നോ മുൻകാല ചോദ്യപേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് BBAയുടെ പേപ്പർ ആയിട്ടുള്ള BRL 106 എന്നുള്ളൊരു പേപ്പറാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു പേപ്പർ എന്ന് പറയുമ്പോൾ മാനേജിങ് ഹ്യൂമൻ റിസോഴ്സസ് എന്നുള്ള പേപ്പറാണ്. അപ്പോൾ നോർമലി നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളത് ഡിസംബർ 2023, ജൂൺ 2024, ഡിസംബർ 2024 ആൻഡ് ജൂൺ 2025 ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറാണ് മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് ഈ ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എക്സാം റെലവൻസോട് കൂടി തന്നെ എടുത്തതായതുകൊണ്ട് തന്നെ നമ്മൾ ടൈം ഒന്നും നമുക്ക് വേസ്റ്റ് ആക്കാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാനും അതേപോലെ നമ്മളെ എക്സാമിന്റെ പ്രിപ്പറേഷൻ നമുക്ക് നന്നായിട്ട് അത് പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാനും സഹായിക്കുന്ന ഒരു അനാലിസിസ് ആണ് നമ്മുടെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഇതിന്റെ സിലബസ് മാപ്പിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അത് ഓരോ യൂണിറ്റിനെയും ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ HRMലെ യൂണിറ്റുകളായിട്ടുള്ള HRM ഓവർവ്യൂ, ജോബ് അനാലിസിസ്, മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ് തുടങ്ങിയിട്ടുള്ള ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സുകളൊക്കെ ലിങ്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ എക്സാം പാറ്റേൺ അനാലിസിസും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അത് എത്രയൊക്കെ മാർക്കിനാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അതേപോലെ തന്നെ റിപ്പീറ്റഡ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതേപോലെ ഇനി വരാൻ ചാൻസ് ഉള്ള ഒരു പ്രോബിലിറ്റി ഉള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ അറ്റ് ലാസ്റ്റ് നമ്മളൊരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നിങ്ങൾക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന 2025 ഡിസംബർ സൈക്കിൾ നടക്കാൻ പോകുന്ന നമ്മുടെ ഈ ഒരു പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ള ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം അതിന്റെ ആൻസേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷെ ആൻസേഴ്സ് അവൈലബിൾ ആവുന്നുണ്ടാവുക നമ്മൾ ലേൺവൈസിന്റെ ആപ്പിനകത്തായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ലേൺവൈസിന്റെ സ്റ്റുഡൻസിനായിരിക്കും ആ ഒരു ആൻസർ സ്കീം കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ സിലബസ് മാപ്പിംഗ് ആണ്. അത് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും എക്സാം റെലവൻസോട് കൂടി തന്നെയാണ് നമ്മൾ ഇത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഓരോ റെലവൻസ് ആയിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ ഹൈ, മീഡിയം, ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് ഹൈയില്, ലോയിലും മീഡിയത്തിലൊക്കെ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ ഹൈ റെലവൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു 10 ടൈംസ് കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മളൊരു ഹൈ റെലവൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ മീഡിയം റെലവൻസ് എന്ന് പറയുമ്പോൾ ഒരു 5 to 9 അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതേപോലെ ലോ റെലവൻസ് എന്ന് പറയുന്നത് 5 ബിലോ ആണെങ്കിലായിരിക്കും നമ്മൾ അതിനെ ലോ റെലവൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് പറയാ നമ്മുടെ എക്സാം റെലവൻസ് പറയുന്നുണ്ടാവുക കേട്ടോ. ഇനി നമുക്ക് ഏതൊക്കെയാണ് ആ ടോപ്പിക്കുകൾ വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് നോക്കേണ്ട ഒരു എക്സാം റെലവൻസ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ യൂണിറ്റിലോട്ട് പോകുന്ന സമയത്ത് HRM ഇൻ ഡീറ്റെയിൽ, മീനിങ്, കോർ എലിമെന്റ്സ്, ഒബ്ജക്റ്റീവ്സ്, ആക്ടിവിറ്റീസ് ആൻഡ് ചാലഞ്ചസ് ആണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ഈ നമ്മൾ ഈ പറയുന്ന അത്രയും ഷെഡ്യൂൾ നോക്കുന്ന സമയത്ത് 2 തവണയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോ റെലവൻസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ യൂണിറ്റിൽ ജോബ് അനാലിസിസ്, മീനിങ്, കോമ്പണൻസ്, സിഗ്നിഫിക്കൻസ് ആൻഡ് മെത്തേഡ്സ്, ഇതും 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ലോ റെലവൻസ് ക്വസ്റ്റ്യൻ ആണ്. സെയിം യൂണിറ്റ് തന്നെ കുറച്ചും കൂടെ ടോപ്പിക്കുകൾ ചോദിച്ചിട്ടുണ്ട്. ജോബ് ഡിസൈന്, കൺസെപ്റ്റും മെത്തേഡ്സും, അത് 2 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ലോ റെലവൻസ് ആണ്. അതോടൊപ്പം ജോബ് എൻറിച്ച്മെന്റ് ആസ് എ ജോബ് ഡിസൈൻ ടെക്നിക് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അതും 2 ടൈം ചോദിച്ചിട്ടുണ്ട്. ലോ റെലവൻസ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് തേർഡ് യൂണിറ്റിലോട്ട് പോകുന്ന സമയത്ത് മാൻ പവർ പ്ലാനിങ് ഇൻ ഡീറ്റെയിൽ, കൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്സ്, സ്റ്റെപ്സ്, മോഡൽസ് ആൻഡ് എഫക്റ്റീവ്നെസ് എന്നുള്ള ടോപ്പിക് 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതും നമുക്ക് ലോ റെലവൻസ് കാറ്റഗറിയിലാണ് വരുന്നത്. നെക്സ്റ്റ് ഫോർത്ത് യൂണിറ്റിൽ നിന്ന് 2 ടോപ്പിക്കുകളാണ്. ഒന്ന് റിക്രൂട്ട്മെന്റ് പ്രോസസ്, സോഴ്സ്, മെത്തേഡ്സ്, ന്യൂ ട്രെൻഡ്സ് ആൻഡ് ടാലൻസ് അക്വിസിഷൻ, ഇത് 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ലോ റെലവൻസിലാണ് വരുന്നത്. സെയിം ടൈം തന്നെ റിക്രൂട്ട്മെന്റ്, മീനിങ്, ഇമ്പോർട്ടൻസ് ആൻഡ് റോൾ ഇൻ റീറ്റെയിൽ എന്നുള്ള ക്വസ്റ്റ്യൻ 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ലോ റെലവൻസ് തന്നെയാണ് വരുന്നത്. ഇനി 5ാമത്തെ യൂണിറ്റിലോട്ട് പോകുന്ന സമയത്ത് യൂണിറ്റിന് 2 ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സെലക്ഷൻ പ്രോസസ്സും അതുപോലെ തന്നെ ടൂൾസും, ടെസ്റ്റും അതിന്റെ ആപ്ലിക്കേഷൻ, ബ്ലാങ്ക്, സ്റ്റെപ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക.
ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ലോ റെലവൻസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ഇൻഡക്ഷന്റെ കൺസെപ്റ്റ്, സ്റ്റെപ്സ് ഇൻ റീറ്റെയിൽ ഓർഗനൈസേഷൻ എന്നൊരു ടോപ്പിക്ക് ഒരൊറ്റ തവണ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ലോ റെലവൻസ് ആണ്. ഇനി 6ാമത്തെ യൂണിറ്റിന് കുറച്ച് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അത് ഒന്ന് എംപ്ലോയി ഡെവലപ്മെന്റ് ആൻഡ് എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് ആണ്. 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ലോ റെലവൻസ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ട്രെയിനിങ് റീറ്റെയിൽ ആണ്. മീനിങ്ങും ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ അതിന്റെ മെത്തേഡ്സും ആണ് ചോദിച്ചിട്ടുള്ളത്. 2 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്, ലോ റെലവൻസ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ജോബ് റൊട്ടേഷൻ ആസ് എ ഡെവലപ്മെന്റ് മെത്തേഡ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒരൊറ്റ വട്ടേ ചോദിച്ചിട്ടുള്ളൂ, ലോ റെലവൻസ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് 7th യൂണിറ്റിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ റീറ്റെയിൽ കൺസെപ്റ്റ്, ബാരിയേഴ്സ് ആൻഡ് 10 അതിന്റെ കമാൻഡ്മെന്റ്സ്, അത് 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ലോ റെലവൻസ് ക്വസ്റ്റ്യനിലാണ് വരുന്നത്. നെക്സ്റ്റ് 8ാമത്തെ യൂണിറ്റിൽ നിന്ന് മോട്ടിവേഷൻ റീറ്റെയിൽ കൺസെപ്റ്റ്, എലമെന്റ്സ്, സിഗ്നിഫിക്കൻസും അതുപോലെ തന്നെ മാനേജേഴ്സിന്റെ റോളും, അത് 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ലോ റെലവൻസ് കാറ്റഗറിയിൽ തന്നെയാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് 8th ചാപ്റ്ററിൽ തന്നെ ഹേഴ്സ്ബർഗ്സിന്റെ മോട്ടിവേഷന്റെ ഹൈജീൻ തിയറിയെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, ഒരു തവണയെ ചോദിച്ചിട്ടുള്ളൂ, ലോ റെലവൻസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി 8ാമത്തെ യൂണിറ്റിൽ നിന്ന് തന്നെ റിവാർഡ് സിസ്റ്റം, റീറ്റെയിലിലെ റിവാർഡ് സിസ്റ്റം ഒരു ടൈം ചോദിച്ചിട്ടുണ്ട്, ലോ റെലവൻസ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 9th യൂണിറ്റിൽ നിന്ന് പെർഫോമൻസ് അപ്രൈസൽ, അതിന്റെ ഒബ്ജക്റ്റീവ്സും ചലഞ്ചസും അതുപോലെ തന്നെ ട്രഡീഷണൽ മോഡേൺ മെത്തേഡ്സും ചോദിച്ചിട്ടുണ്ട്, 2 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്, ലോ റെലവൻസ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ 10th യൂണിറ്റിലോട്ട് വരുന്ന സമയത്ത് എംപ്ലോയി ഗ്രീവൻസ് അതിന്റെ കൺസെപ്റ്റും കോഴ്സും അതുപോലെ തന്നെ പ്രൊസീജിയറും 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ലോ റെലവൻസിലാണ് വരുന്നത്. പിന്നെ എംപ്ലോയി എക്സിറ്റും അതുപോലെ തന്നെ പ്രോസസ് ആൻഡ് ഇഷ്യൂസ്, ഇതും 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ലോ റെലവൻസിലാണ് വരുന്നത്. നെക്സ്റ്റ് ഡിസിപ്ലിനും കൺസെപ്റ്റ് ആൻഡ് ഡിസിപ്ലിനറി പ്രൊസീജിയർ. ഇനി 11th യൂണിറ്റിലോട്ട് പോകുന്ന സമയത്ത് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം, അതിന്റെ കൺസെപ്റ്റും ഡിസൈനും അതുപോലെ തന്നെ ഇതിന്റെ ഇംപ്ലിമെന്റേഷനും, അത് 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ലോ റെലവൻസിൽ തന്നെയാണ് വരുന്നത്. യൂണിറ്റ് 12ലോട്ട് പോകുന്ന സമയത്ത് എംപ്ലോയി റിട്ടൻഷൻ ഇൻ റീറ്റെയിൽ ഫാക്ടേഴ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ടു റെഡ്യൂസ് ടേൺ ഓവർ, 3 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ലോ കാറ്റഗറി തന്നെയാണ് റെലവൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൽ തന്നെ റോൾ ഓഫ് കൗൺസിലിംഗ് ഇൻ റിട്ടൻഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒരു തവണയാണ് ചോദിച്ചിട്ടുള്ളത്, ലോ റെലവൻസ് കാറ്റഗറിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യനും വരുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് റെലവൻസ് പറയാനുള്ളത്. പിന്നെ അതിനൊരു ബാർ ചാർട്ടാണ് ഈ തന്നിട്ടുള്ളത്, ഓരോ യൂണിറ്റിലും ഏതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ്, ക്വസ്റ്റ്യൻ എത്രത്തോളം ഓരോ യൂണിറ്റിൽ നിന്നും വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. അത് എത്ര ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളതാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അപ്പിയറൻസ്, നമുക്ക് ആ ഒരു ബാർ കാണിക്കുന്നത്. അതിന്റെ താഴെ നമുക്ക് ഒരു യൂണിറ്റ് തന്നിട്ടുണ്ടോ, ഏതൊക്കെ യൂണിറ്റിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററുകൾ ഏതാണ് അല്ലെങ്കിൽ യൂണിറ്റുകൾ ഏതാണ് എന്നുള്ളത്. രണ്ടാമത്തെയും അതേപോലെ തന്നെ 10ാമത്തെ യൂണിറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് കഴിയുമ്പോൾ 4, 6, 8 യൂണിറ്റുകളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ നമുക്കത് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ ഓരോ യൂണിറ്റിലും ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട യൂണിറ്റ് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഒരു ഹീറ്റ് മാപ്പ് ആണ് തന്നിട്ടുള്ളത്. ഓൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ ഫ്രീക്വൻസി അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഒരു ഹീറ്റ് മാപ്പ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഡിസംബർ 2023 മുതൽ ഇപ്പൊ ഈ കഴിഞ്ഞ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ഹീറ്റ് മാപ്പ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു കീ ഇൻസൈറ്റ് ബോക്സ് ആണ് ഇത് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട 3 ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ വരുന്നത് മാൻ പവർ പ്ലാനിങ് റീറ്റെയിൽ എന്നുള്ള 3ാമത്തെ യൂണിറ്റിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളും ഒബ്ജക്റ്റീവ്സും മോഡൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത് വരുന്ന സമയത്ത് റിക്രൂട്ട്മെന്റും അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ് ആണ്. നമ്മുടെ യൂണിറ്റ് 4ഉം 5ഉം കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണിത്. ഇതും തന്നെ വളരെ നന്നായിട്ട് തന്നെ അതിന്റെ ആ ഒരു പ്രോസസ്സും മെത്തേഡ്സും അതിന്റെ ട്രെൻഡ്സും ടൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് ഷുവർ ചെയ്യും. നെക്സ്റ്റ് എംപ്ലോയി ഗ്രീവൻസ് ആൻഡ് റിട്ടൻഷൻ എന്നുള്ളൊരു ടോപ്പിക്ക് നമ്മളെ ലാസ്റ്റിലെ യൂണിറ്റ് 10നും 12നും ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഒരു യൂണിറ്റിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരണമെന്നില്ല കേട്ടോ. 2-3 യൂണിറ്റ് ഒക്കെ ഇങ്ങനെ മിങ്കിൾ ചെയ്തിട്ട് അതിങ്ങനെ ലിങ്ക് ചെയ്തിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻസും നോർമലി കണ്ടുവരാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ തന്നെ നമ്മളത് നന്നായിട്ട് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിന്റെ അഗ്രിമെന്റ്സിന്റെ പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ എംപ്ലോയി എക്സിറ്റ് എങ്ങനെയാണ്, അതിന്റെ റിട്ടൻഷൻ സ്ട്രാറ്റജീസ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടോപ്പിക് ഒന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് എൻഷുർ ചെയ്യുക. ഇനി നമുക്കൊരു പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷനിൽ വരുന്ന ഒരു ടോപ്പിക്കുകൾ എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഈ ഡിസംബർ 2025 നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്ററുകൾ 3ഉം 5ഉം 8ഉം 10ഉം 12ഉം ഇത്രയും പോർഷൻസ് നന്നായിട്ട് തന്നെ പഠിച്ച് കവർ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനകത്തുനിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആപ്ലിക്കബിൾ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു യൂണിറ്റുകളാണ് ഈ പറഞ്ഞിട്ടുള്ള യൂണിറ്റുകൾ കേട്ടോ.
ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ നോർമലി നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻസിന്റെ ഓരോ എങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നതിന്റെ പാറ്റേൺ ആണ് നമ്മൾ പറയുന്നത്. നോർമലി നമ്മൾ കണ്ടുവരുന്ന പോലെ തന്നെ ഈ ലോങ് അനലിറ്റിക്കൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് എക്സാമിന് കണ്ടുവരാറുണ്ട്. ഇപ്പോൾ കമാൻഡ് എന്തെങ്കിലും ഒരു വേർഡ്സ് ഉണ്ട്, ഡിസ്കസ് അല്ലെങ്കിൽ എക്സാമിൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ, ഡിസ്ക്രൈബ്, കമന്റ്, എലാബറേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പോയിന്റിന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനായിട്ട് വരും. അത് മേ ബി 20 മാർക്കിനൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു 500 വേർഡ്സ് എങ്കിലും അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കണം. നമ്മളിവിടെ പേജ് നമ്പർ പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേജ് നമ്പർ പറയുന്ന സമയത്ത് എല്ലാവരുടെയും റൈറ്റിംഗ് ഒരേപോലെയല്ല. ചിലർക്ക് ഒരുപാട് ഒരു പേജിൽ തന്നെ ഒരുപാട് വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. ചിലർക്ക് അത്രയും വേർഡ്സ് വരുന്നുണ്ടാവില്ല. വലിയ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ അധികം വേർഡ്സ് വരുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പേജ് കണക്കാക്കി ഒരിക്കലും നമുക്ക് എക്സാമിന് പറയാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും വേർഡ്സ് ആണ് നമ്മൾ പറയാം. അപ്പൊ നമ്മൾ എഴുതുന്ന ഒരു പേജിനകത്ത് ഏകദേശം എത്ര വേർഡ്സ് ഉണ്ടെന്ന് നമുക്കറിയാലോ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വരുന്നുണ്ട് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ എഴുതണം കേട്ടോ. അപ്പൊ ഇനി എസ്സേ, ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഒരു 500 വേർഡ്സ് എങ്കിലും എഴുതാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇപ്പൊ 10 മാർക്കിന് 2 ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് തരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ഒരു ക്വസ്റ്റ്യൻ തന്നെ രണ്ടായിട്ട് ബി എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ തരുന്ന സമയത്ത് 250 വേർഡ്സ് എങ്കിലും ഓരോ ക്വസ്റ്റ്യനും എഴുതേണ്ടത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ എഴുതുന്നത് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ജൂൺ 24-നും അതുപോലെ തന്നെ ഡിസംബർ 24-നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നോക്കുക. നെക്സ്റ്റ് ഈ അനലിറ്റിക്കൽ ടൈപ്പ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ കൊട്ടേഷൻസിൽ കൊടുത്തിട്ട് നമുക്ക് അത് എഴുതാനായിട്ട് ചോദിക്കുന്ന ടൈപ്പ്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ദർ ഇസ് നോ കോൺസ്റ്റിറ്റ്യൂന്റ് കൺസെൻസസ് ഓൺ എനി ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി ഹാസ് ഇവോൾവ്ഡ് ഓവർ ദ ഇയേഴ്സ്. ഇങ്ങനെ നമുക്ക് ഇൻവെർട്ടർ കോമയിൽ എന്തെങ്കിലും ഒരു കൊട്ടേഷൻ തന്നിട്ട് അതിനെ കുറിച്ചിട്ട് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസും എക്സാമിൽ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അതും 20 മാർക്കിനൊക്കെ തന്നെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് 500 വേർഡ്സ്, നമ്മൾ 500 വേർഡ്സ് എങ്കിലും നിങ്ങൾ അത് ഓരോന്നും എഴുതിയിട്ടുണ്ടായിരിക്കണം. ഇനി ഈ അപ്ലൈഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കോണ്ടെക്സ്റ്റ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം നമുക്കത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്ന രൂപത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ചിൽക്ക മൂവ്മെന്റ് എന്താണ്, ചേഞ്ചിങ് റോൾ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതും തന്നെ 20 മാർക്സിന് എനിക്കും ചോദിക്കുന്നുണ്ടാവും. 500 വേർഡ്സ് നിങ്ങൾ എഴുതേണ്ടെന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് വരുത്താം. പിന്നെ ഈ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ പ്രോബ്ലംസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, കേസ് സ്റ്റഡി ഫോമാറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു പേപ്പറിനകത്ത് വന്ന് കണ്ടിട്ടില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പൊതുവെ വരാറില്ല കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ എങ്ങനെയൊക്കെയാണ് നമ്മളത് എഴുതേണ്ടത്, എത്ര വേർഡ്സ് എഴുതണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 20 മാർക്കിന്റെ ആണെങ്കിൽ 500 വേർഡ്സ് എങ്കിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരു 250 വേർഡ്സ് എങ്കിലും ഓരോന്നും നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളത്, അത് നിങ്ങൾ എഴുതുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് ഉറപ്പുവരുത്താം. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറയുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ബൈ മേജർ സിലബസ് യൂണിറ്റ്സ് ആണ്. ഓരോ യൂണിറ്റിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയകൾ, അല്ലെങ്കിൽ ഓരോ യൂണിറ്റിൽ ഏതാണ് മേജർ ആയിട്ടുള്ള യൂണിറ്റുകൾ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ബേസ് ലെവലാണത്. നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുക. അതിന്റെ സ്റ്റേറ്റ് തിയറീസും അതുപോലെ തന്നെ അതിന്റെ ചേഞ്ചിങ് റൂളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ യൂണിറ്റിലോട്ട് പോകുന്ന സമയത്ത് സ്റ്റേറ്റ്, സൊസൈറ്റി ആൻഡ് സിറ്റിസൺ ഇന്റർഫേസ് ആണ്. അപ്പൊ ഇതിനകത്ത് സ്റ്റേറ്റും സൊസൈറ്റിയും പബ്ലിക് അഡ്മിനിസ്ട്രേഷനും റിലേഷൻഷിപ്പും പീപ്പിൾസും സ്ട്രഗിൾസും എന്തൊക്കെയാണോ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, ചിൽക്ക മൂവ്മെന്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ യൂണിറ്റിലോട്ട് പോകുന്ന സമയത്ത് ബ്യൂറോക്രസി ആൻഡ് പബ്ലിക് പോളിസി, ഇതാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. നാലാമത്തെ യൂണിറ്റിലോട്ട് പോകുന്ന സമയത്ത് ഗവേണൻസ്, ഗ്ലോബലൈസേഷൻ, സിവിൽ സൊസൈറ്റി ആൻഡ് എത്തിക്സ്, ഇത് ഓരോന്നും എന്താണ് എന്നും ഇതിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് എഴുതാൻ പാകത്തിനുള്ള ആൻസേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ട് തന്നെ നിങ്ങൾ ഈ 4 യൂണിറ്റ് നന്നായിട്ട് കവർ ചെയ്തിട്ട് തന്നെ എക്സാമിന് കയറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഒരു ഏകദേശം ഒരു ആവറേജ് മാർക്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ സെഷനിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഉള്ള ഏതൊക്കെ ടോപ്പിക്, ഏതൊക്കെ യൂണിറ്റ്, അത് ആവറേജ് എത്രത്തോളം മാർക്കാണുള്ളത്, എത്രത്തോളം പെർസെൻറ്റേജ് ആണ് നമുക്ക് ഇതിനകത്ത് ഓരോ യൂണിറ്റിനകത്തും വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് സ്റ്റേറ്റ് തിയറീസും അതുപോലെ തന്നെ ചേഞ്ചിങ് റോളും ആണ്. ഏകദേശം നമ്മൾ ആവറേജ് മാർക്ക് എടുക്കുന്ന സമയത്ത് 66 മാർക്സും ഈ ഒരു യൂണിറ്റ് എന്ന് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 33% ആണ് നമുക്ക് ഇതിന്റെ ഒരു വെയിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുക.
രണ്ടാമത്തെ യൂണിറ്റിലോട്ട് പോകുന്ന സമയത്ത് സ്റ്റേറ്റും സൊസൈറ്റി ആൻഡ് സിറ്റിസൺ ഇന്റർഫേസ് ആണ്. ഇത് തന്നെ 58% അല്ലെങ്കിൽ 58 ആവണം ഇതിന്റെ ആവറേജ് മാർക്ക്. അത് നമുക്ക് പെർസെൻറ്റേജിലോട്ട് എടുക്കുന്ന സമയത്ത് 29% ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 3 എടുക്കുന്ന സമയത്ത് ബ്യൂറോക്രസി ആൻഡ് പബ്ലിക് പോളിസി ആണ്. അത് 36 ആണ് ആവറേജ് വരുന്നത്, ആവറേജ് മാർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പെർസെൻറ്റേജിലോട്ട് എടുക്കുന്ന സമയത്ത് 18% ആണ് വരുന്നത്. യൂണിറ്റ് 4 ഗവേണൻസും ഗ്ലോബലൈസേഷൻ, സിവിൽ സൊസൈറ്റി, എത്തിക്സ് എന്നുള്ളൊരു ടോപ്പിക്ക്. ഇത് ഇങ്ങനെ ആവറേജ് മാർക്ക് എടുക്കുന്ന സമയത്ത് 40 ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 20% ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് നമുക്കൊരു പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്, 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ഇത് കഴിഞ്ഞ ഒരു 5 തവണത്തെ ക്വസ്റ്റ്യൻസ് എടുക്കുന്ന സമയത്ത് 92% ക്വസ്റ്റ്യൻസും ഇതേപോലെ 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ബാക്കി 8% ആണ് ഷോർട്ട് നോട്ടൊക്കെ ചോദിച്ചിട്ടുള്ളായിരുന്നു. ഇനി 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും 2024 മുതൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. ഇനി സ്റ്റേറ്റ് തിയറി, അതുപോലെ തന്നെ സ്റ്റേറ്റ് സൊസൈറ്റി ടോപ്പിക്സും, അതുപോലെ തന്നെ ലോങ് ടേം കോർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു 62% നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഗവേണൻസ്, ബ്യൂറോക്രസി ആൻഡ് സിവിൽ സൊസൈറ്റി സെക്ഷൻ 2 ആങ്കേഴ്സ്, അപ്പൊ ഇങ്ങനെയുള്ള ടോപ്പിക് ഇതും തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും തന്നെ നിങ്ങൾ നന്നായിട്ട് തന്നെ നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്തൊരു ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ഇനി റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അത് ഏത് ബ്ലോക്കിൽ, ഏത് യൂണിറ്റിൽ, ഏതാണ് ആ ടോപ്പിക് എന്നുള്ള കാര്യം നമ്മളിത് കറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ വളരെ നമ്മൾ മിസ്സാക്കാതെ പഠിക്കേണ്ട ഒരു 10 ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ പ്രോസസ് ഇൻ റീറ്റെയിൽ. റീറ്റെയിലിംഗിലുള്ള റിക്രൂട്ട്മെന്റും അതുപോലെ തന്നെ സെലക്ഷനും ഇൻഡക്ഷനും ഒക്കെ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു 9 തവണ ചോദിച്ചും കണ്ടിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് ജോബ് അനാലിസിസും ജോബ് ഡിസൈൻ, ജോബ് എൻറിച്ച്മെന്റും, ഇതാണ് ഈ ടോപ്പിക്കാണ് ചോദിച്ചിട്ടുള്ളത്. ഇതും തന്നെ ഒരു 6 ടൈംസ് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് മോട്ടിവേഷൻ തിയറീസ് ആൻഡ് മാനേജേഴ്സ് റോള്. മോട്ടിവേഷൻ തിയറിയും അതുപോലെ തന്നെ മാനേജേഴ്സിന്റെ റോളും ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതും തന്നെ ഏകദേശം ഒരു 6 ടൈംസ് ഒക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എംപ്ലോയി ഗ്രീവൻസ്, ഡിസിപ്ലിൻ ആൻഡ് എക്സിറ്റ് മാനേജ്മെന്റ് ആണ്. ഇതും തന്നെ ഏകദേശം ഒരു 6 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് റീറ്റെയിൽ എംപ്ലോയീസ് ആണ്. ഇത് ഏകദേശം ഒരു 5 ടൈംസ് ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എംപ്ലോയി റിട്ടൻഷൻ ആൻഡ് കൗൺസിലിംഗ് ആണ്. ഈ ഒരു ടോപ്പിക്കും തന്നെ ഏകദേശം ഒരു 4 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് തന്നെ അത് ആ ഒരു സ്റ്റാഫിനെ ടേൺ ഓവർ നമുക്ക് റിഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ റിട്ടേൺ ചെയ്യാനുള്ള. ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് മാൻ പവർ പ്ലാനിങ് റീറ്റെയിൽ ഓർഗനൈസേഷൻ ആണ്. ഈ മാൻ പവർ പ്ലാനിങ് നമുക്ക് ഏകദേശം ഒരു 3 ടൈംസ് കഴിഞ്ഞ തവണയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ റീറ്റെയിൽ ഓർഗനൈസേഷൻ. അപ്പൊ അവിടെ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും അതിന്റെ ബാരിയറും അതിന്റെ എങ്ങനെ നമുക്ക് ഇനി ആ ഒരു ഓർഗനൈസേഷൻ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. 3 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് പെർഫോമൻസ് അപ്രൈസൽ, ഒബ്ജക്റ്റീവ്സ്, ചാലഞ്ചസ് ആൻഡ് അപ്രോച്ചസ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. 3 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ടോപ്പിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റീറ്റെയിൽ. മീനിങ്, എലമെന്റ്സ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. അതിന്റെ മീനിങ്ങും എലമെന്റ്സും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവും ആക്ടിവിറ്റീസും എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. 2 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇനി ഫ്രീക്വൻസി ആണ് പറയുന്നത്. ഫ്രീക്വൻസി ടേബിൾ ആണ്. ഓരോ ക്വസ്റ്റ്യൻ ഏത് യൂണിറ്റിലാണ് വരുന്നത്, എത്രത്തോളം അപ്പിയർ ചെയ്തിട്ടുണ്ട്, ഏകദേശം ആവറേജ് മാർക്സ് അതിന് എത്ര വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ റിക്രൂട്ട്മെന്റ്, അതിന്റെ സെലക്ഷൻ, ഇൻഡക്ഷൻ, പ്രോസസ് ഇൻ റീറ്റെയിൽ ആണ്. അത് യൂണിറ്റ് 4നും 5നും ഒന്നിച്ച് വരുന്നതാണ്. റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഇൻഡക്ഷൻ എന്നുള്ള 4-5 യൂണിറ്റിന് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് 9 ടൈംസ് ചോദിച്ചിട്ടുള്ളത്.
ആവറേജ് മാർക്ക് വരുന്ന സമയത്ത് 14.4 ആണ് ആവറേജ് മാർക്ക് വരുന്നത്. നെക്സ്റ്റ് ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് ജോബ്, അനാലിസിസും അതുപോലെ തന്നെ ഡിസൈൻ, എൻട്രിച്ച്മെന്റ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് അത് യൂണിറ്റ് 2 എന്നാണ് വരുന്നത്. ജോബ് അനാലിസിസ്, ജോബ് ഡിസൈൻ ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള യൂണിറ്റിൽ നിന്ന് 6 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ അപ്പയർ ചെയ്തിട്ടുള്ളത്. ആവറേജ് മാർക്സ് വരുന്നത് 11.7 ആണ്. നെക്സ്റ്റ് മോട്ടിവേഷൻ തിയറീസ് ആൻഡ് മാനേജേഴ്സ് റോള്, ഹൈജീൻ തിയറിയും അതുപോലെ തന്നെ റിവാർഡ് തിയറി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. യൂണിറ്റ് 8 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മോട്ടിവേഷൻ ആൻഡ് റിവാർഡ് സിസ്റ്റം 6 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് എംപ്ലോയി ഗ്രീവൻസ്, ഡിസിപ്ലിൻ ആൻഡ് ഇവന്റ്, അത് 10ാമത്തെ യൂണിറ്റ് എന്നാണ്. എംപ്ലോയി ഗ്രീവൻസ് ആൻഡ് ഡിസിപ്ലിൻ എന്നുള്ള 6 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 13 പോയിന്റ് ആണ് ഏകദേശം അതിന്റെ ഒരു ആവറേജ് മാർക്സ് വരുന്നത്. നെക്സ്റ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് റീറ്റെയിൽ എംപ്ലോയീസ്, യൂണിറ്റ് 6 എന്നുള്ള ടോപ്പിക് ആണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള യൂണിറ്റ് 5 ടൈംസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് എംപ്ലോയി റിട്ടൻഷൻ ആൻഡ് കൗൺസിലിംഗ് 12 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. യൂണിറ്റ് 12ലാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ റിട്ടൻഷൻ എന്നുള്ള യൂണിറ്റിലാണ് 4 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് മാൻ പവർ പ്ലാനിങ് ഇൻ റീറ്റെയിൽ ഓർഗനൈസേഷൻ ആണ്. യൂണിറ്റ് 3ലെ മാൻ പവർ പ്ലാനിങ് എന്നുള്ള യൂണിറ്റിലാണ് വരുന്നത്. 3 ടൈംസ് തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. 16.7 ആണ് ആവറേജ് മാർക്സ് വരുന്നത്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സും അതിന്റെ ബാരിയേഴ്സും അതിന്റെ കമാൻഡ്മെന്റ്സും ഏകദേശം യൂണിറ്റ് 7 എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 3 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 20 മാർക്സ് ആണ് ആവറേജ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് യൂണിറ്റ് 9 പെർഫോമൻസ് അപ്രൈസ് എന്നുള്ള യൂണിറ്റിൽ നിന്ന് പെർഫോമൻസ് അപ്രൈസൽ, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ചാലഞ്ചസ്, മെത്തേഡ്സ് 3 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് 1ാമത്തെ യൂണിറ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒരു ഓവർവ്യൂ എന്നുള്ള ഒരു യൂണിറ്റിന് HRM ഡീറ്റെയിൽ, ഇതിന്റെ മീനിങ്, എലമെന്റ്സ്, ഒബ്ജക്റ്റീവ്, ആക്ടിവിറ്റീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. HRM നമ്മൾ പഠിക്കുന്ന പേപ്പർ. അപ്പൊ അതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എങ്കിലും നമുക്ക് മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. 2 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ആവറേജ് മാർക്ക് 20 മാർക്സ് ആണ് വരുന്നത്. അതിന്റെ വിഷ്വലൈസേഷൻ ആണ് തന്നിട്ടുള്ള ഒരു പൈ ചാർട്ട് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഓരോന്നും ഏകദേശം ഏതൊക്കെ ടോപ്പിക്സാണ് റിപ്പീറ്റഡ്ലി വരുന്നത്, എത്രത്തോളം ചോദിച്ചിട്ടുണ്ട്, എത്ര പെർസെന്റേജ് ആണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്ട്രാറ്റജീസ് അഡ്വൈസ് പാനലിൽ എങ്ങനെ നമുക്ക് എക്സാമിനെ നേരിടാം എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. നോർമലി നമ്മൾ എഴുതുന്ന സമയത്ത്, എക്സാം എഴുതാൻ ചെല്ലുന്ന സമയത്ത് പേപ്പർ കിട്ടിയ ഉടനെ തന്നെ ആദ്യം തന്നെ ചാടിക്കയറി എഴുതാനായിട്ട് പോകരുത്. ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ നന്നായി വായിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒരു എസ്സേ ടൈപ്പ് എഴുതുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് അതിനെ കുറിച്ചിട്ട് ഔട്ട്ലൈൻ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ബാക്കിയുള്ള ഒരു 12-15 മിനിറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അത് എഴുതി തീർക്കാനായിട്ട്. എന്നിട്ട് ലാസ്റ്റ് ഒരു മാർക്കൊക്കെ എടുത്തിട്ട് നമ്മളത് എത്രത്തോളം എഴുതിയത് ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നോക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആദ്യം തന്നെ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് നന്നായിട്ട് അത് പഠിച്ചതിന് ശേഷം അത് റിവൈസ് ചെയ്യും. അതേപോലെ തന്നെ റീകോൾ ചെയ്യാനുള്ള ഒരു ശ്രമം കൂടെ, പഠനം നിർത്തി കഴിയുമ്പോൾ റീകോൾ ചെയ്യാനുള്ള ശ്രമം കൂടെ നടത്തുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ചില ആൻസർ ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു യൂണിറ്റ് തന്നെ ആയിരിക്കണം എന്നില്ല, പല യൂണിറ്റും കമ്പൈൻ ചെയ്തിട്ട് എഴുതാനൊക്കെ ഉണ്ടാവും. അപ്പൊ ആ രൂപത്തിലും നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം. ഒരു കാര്യം ഇവിടെ കേട്ട് കഴിയുമ്പോൾ അത് എന്തിനായിട്ടാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റുക എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ഇത് നമ്മൾ ആ ഒരു പ്രഡിക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രോബിലിറ്റി കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. എത്രത്തോളം നമ്പർ ഓഫ് ടി പേപ്പേഴ്സ് ഇൻ വിച്ച് ഓഫ് ദ ടോപ്പിക് അപ്പിയേഴ്സ്, നമുക്ക് ആ ഒരു ടോപ്പിക് അപ്പിയർ ചെയ്ത് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതേ ഡിവൈഡ് ബൈ ടോട്ടൽ പേപ്പേഴ്സ് അനലൈസ്, നമ്മൾ അനലൈസ് ചെയ്ത പേപ്പറിന്റെ എണ്ണം ഇൻറ്റു 100, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിന്റെ പ്രോബിലിറ്റി കണ്ടിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രോബിലിറ്റി മെട്രിക്സ് ആണ് പറയുന്നത്. ടോപ്പിക് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ ആണ്. 4 മുതലൊരു 5 ടൈംസ് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 100% ആണ്. 100% ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. 100% ആണ് അതിന്റെ പ്രോബിലിറ്റി. അതുകൊണ്ട് തന്നെ ഹൈ കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏകദേശം നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ആദ്യത്തെ 4 ഹൈ ആണ്. അതേപോലെ തന്നെ പ്രോബിലിറ്റി 100 ആണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് രണ്ടാമത്തെ യൂണിറ്റ് ജോബ് അനാലിസിസ്, ജോബ് ഡിസൈൻ, ജോബ് എൻട്രിച്ച്മെന്റ് 100% വരുന്നതാണ്. അതിന്റെ കാറ്റഗറി നമുക്ക് ഹൈ ആണ് കൊടുക്കാൻ പറ്റുക. നെക്സ്റ്റ് 8ഉം 12ഉം മോട്ടിവേഷൻ, റിവാർഡ്, റിട്ടൻഷൻ ആൻഡ് കൗൺസിലിംഗ് എന്നൊരു ടോപ്പിക്. ഇതും തന്നെ 100%ഉം ഒരു പ്രോബിലിറ്റി നമ്മൾ പറയുന്നുണ്ട്. ഹൈ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് തേർഡ് യൂണിറ്റ് ക്വസ്റ്റ്യൻ ആണ് മാൻ പവർ പ്ലാനിങ്, അതിന്റെ മോഡൽ, സ്റ്റെപ്സ്, ഒബ്ജക്റ്റീവ്സ്. 75% ഇനിയും ചോദിക്കാനുള്ള ഒരു പ്രോബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. ഹൈ ആണ് ഇതിന്റെ കാറ്റഗറി വരുന്നത്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ, അതിന്റെ ബാരിയേഴ്സ്, കമാൻഡ്മെന്റ്സ്, അതിന്റെ പ്രോസസ്സ്, ഇതും 75% പ്രോബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ കാറ്റഗറി ഹൈ ആണ്. നെക്സ്റ്റ് ഗ്രീവൻസ്, ഡിസിപ്ലിൻ, എംപ്ലോയി എക്സിറ്റ്
75% ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഹൈ ആണ്. നെക്സ്റ്റ് HRM ഓവർവ്യൂ, മീനിങ്, ഒബ്ജക്റ്റീവ്, അതുപോലെ തന്നെ അതിന്റെ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് പെർഫോമൻസ് അപ്രൈസൽ, അതിന്റെ ഒബ്ജക്റ്റീവ്, ചാലഞ്ചസ്, മെത്തേഡ്സ്, ഇത് നല്ല 50% ചാൻസ് ഉണ്ട്. PD റെലവൻസ് ആണ്. പിന്നെ ഹ്യൂമൻ റിസോഴ്സസ് ഇൻഫർമേഷൻ സിസ്റ്റം, അതിന്റെ കൺസെപ്റ്റ്, ഡിസൈൻ, അതുപോലെ തന്നെ ഇംപ്ലിമെന്റേഷൻ, അതും 50% ചാൻസ് ഉണ്ട്. മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. നെക്സ്റ്റ് HR റെക്കോർഡ്സും അതുപോലെ തന്നെ റെക്കോർഡ് കീപ്പിങ്ങും, അത് അധികം ചോദിച്ച് കണ്ടിട്ടില്ല. അതേപോലെ തന്നെ കരിയർ പ്ലാനിങ്, റീറ്റൈലിങ്, അതും ചോദിച്ച് കാണാത്ത ഒരു ടോപ്പിക്കാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ അതിന്റെ ഒരു ഫുട് നോട്ട് കൊടുത്തതാണ്. ഹൈ മീഡിയം ടോപ്പിക്കുകൾ ഓരോന്നും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. അതിലാണ് വന്നിട്ടുള്ളത് എങ്ങനെ നമ്മളത് നോക്കണ്ടേ എന്നുള്ളത്. അതിന്റെ ഒരു ഫുട് നോട്ടാണ് ഈ തന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മളൊരു പ്രയോറിറ്റി ലിസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത് 70% മുകളിലോട്ട് വരുമ്പോഴാണ് നമ്മൾ അതിന് ഹൈ പ്രയോറിറ്റിയിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് 2, 3, 4, 5, 6, 7, 8, 10, 12 ഇത്രയും യൂണിറ്റ് ആണ് നമുക്ക് മെയിൻ ആയിട്ടും ഈ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നത് കേട്ടോ. അപ്പൊ അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരു 4-5 പോയിന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് ആൻസർ ചെയ്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഒരു ഡെഫിനിഷനും കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഒക്കെ കൊടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിന്റെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിന്റെ അഡ്വാൻറ്റേജും അതുപോലെ തന്നെ റീറ്റെയിൽ എന്താണ് തുടങ്ങിയിട്ടുള്ള ഒരു എക്സാമ്പിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെ ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. എഴുതുന്ന സമയത്ത് ഒറ്റയടിക്ക് എഴുതാതെ ഒരു 5 മിനിറ്റ് നമ്മൾ ആദ്യം ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ടൈം എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ ഒരു 12 മുതൽ 15 മിനിറ്റ് നമ്മൾ എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ ആണല്ലോ എന്നുള്ള കാര്യം ഒന്നും കൂടെ ഒന്ന് എൻഷുർ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് നീങ്ങാം. പിന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ചോദിക്കുമ്പോൾ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഇൻഡക്ഷൻ തുടങ്ങിയിട്ടുള്ള അങ്ങനെ ഓരോന്നും നന്നായിട്ട് ഒരു ഓർഡർ തന്നെ അറേഞ്ച് ചെയ്തിട്ട് എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മീഡിയം പ്രയോറിറ്റി വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു 40 to 69% വരെയുള്ള അതാണ് നമ്മളൊരു മീഡിയം പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അത് 1, 9, 11 ആണ് ഒരു മീഡിയം പ്രയോറിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് നോർമലി ചോദിക്കാറുള്ളത്. എന്നിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർഷൻസ് ഒക്കെ വരുന്നത് കേട്ടോ. ഇത് പഠിക്കുന്ന സമയത്ത് ഫ്ലാഷ് കാർഡ്സും അതുപോലെ തന്നെ ടീച്ച് ബാക്ക് മെത്തേഡൊക്കെ യൂസ് ചെയ്യുക. നമ്മളോട് തന്നെയൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിനോടൊക്കെ അങ്ങനെ നമ്മൾ പറയുന്നത് പോലെ ഇരുന്ന് പഠിക്കത്തില്ലേ, അതാണ് ഈ ടീച്ച് ബാക്ക് മെത്തേഡ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു 10-15 മിനിറ്റ് നമുക്ക് ഓരോ ടോപ്പിക് ഒന്ന് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യുക. അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ തന്നെ എഴുതി ഒന്ന് പ്രാക്ടീസ് ചെയ്തു പോകുന്നത് കേട്ടോ. ഇനി ലോ പ്രയോറിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 40% ബിലോ വരുന്നതാണ് നമ്മൾ ഈ ലോ പ്രയോറിറ്റിയിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ അങ്ങനെ നമ്മുടെ യൂണിറ്റ് 11 അതുപോലെ തന്നെ 3 ഉള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അങ്ങനെ ഒരു ലോ പ്രയോറിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇനി ഇത് തന്നെ പഠിക്കുന്ന സമയത്ത് ഷോർട്ടായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും അതേപോലെ തന്നെ ഇത് അത്യാവശ്യം വേണ്ട പോലെ അത് എഴുതാനും കൂടെ ഉള്ള ഒരു ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ട് വേണം അത് മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ എല്ലാവരും നോക്കിയിരുന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന എക്സാമിന് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 100 മാർക്കാണ്. 3 മണിക്കൂർ സമയമായിരിക്കും നമുക്ക് എക്സാം എഴുതാൻ കിട്ടുന്നുണ്ടാവുക. ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാത്തിനും ഈക്വൽ മാർക്കാണ്. അതേപോലെ തന്നെ ഒരു 5 ആൻസർ ചെയ്താൽ നമുക്ക് 100 മാർക്കിലോട്ടുള്ള ആകും. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതാണ് നന്നായിട്ട് എഴുതാൻ പറ്റുന്നത് ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്താൽ മതിയാവും. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, റീറ്റൈലിംഗ് ആൻഡ് ഡിസ്കസ് ദ കോർ എലിമെന്റ്സ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് മേജർ ആക്ടിവിറ്റീസ് ഓഫ് HRM ഇൻ എ മോഡേൺ റീറ്റെയിൽ ഓർഗനൈസേഷൻ എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്ന ഡിഫൈൻ ജോബ് അനാലിസിസ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് കോമ്പോണൻറ്റ്സ് ആൻഡ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ റീറ്റെയിൽ ഓർഗനൈസേഷൻ. അതിൽ ഒരു ബി ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ജോബ് ഡിസൈൻ, ഡിസ്കസ് എനി 3 മെത്തേഡ്സ് ഓഫ് ജോബ് ഡിസൈൻ ആൻഡ് ബ്രീഫ്ലി ഇൻഡിക്കേറ്റ് ഹൗ ജോബ് എൻറിച്ച്മെന്റ് ഇംപ്രൂവ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതും കൂടെ അതിനകത്ത് നമ്മൾ കാണിക്കണം കേട്ടോ. ജോബ് ഡിസൈനിന്റെ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. വാട്ട് ഈസ് മാൻ പവർ പ്ലാനിങ്, MPP, എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ് സിഗ്നിഫിക്കൻസ് ഓഫ് മാൻ പവർ പ്ലാനിങ് ഇൻ റീറ്റെയിലിംഗ്. ഇനി അതിലൊരു ബി ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഡിസ്ക്രൈബ് ദ മാൻ പവർ പ്ലാനിങ് മോഡൽ ആൻഡ് ഔട്ട്ലൈൻ ദ സ്റ്റെപ്സ് റിക്വയർഡ് ടു മേക്ക് മാൻ പവർ പ്ലാനിങ് എഫക്റ്റീവ്. അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ എഴുതാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ യൂണിറ്റിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ റിക്രൂട്ട്മെന്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഫോർ റീറ്റെയിൽ ഓർഗനൈസേഷൻ, ഹൈലൈറ്റ്സ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്. രണ്ടും എഴുതണം കേട്ടോ.
Next, distinguish between recruitment and selection and outline the major steps in scientific selection process for store level employees. നാലാമത്തെ യൂണിറ്റും അതുപോലെ തന്നെ അഞ്ചാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സെലക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ രണ്ടും കൂടെ മിങ്കിൾ ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ട്രെയിനിങ്. ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഇൻ റീറ്റെയിൽ കമ്പനീസ്. റീറ്റെയിൽ കമ്പനീസ് ഉള്ള എംപ്ലോയീസിന് ട്രെയിനിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസും കൂടെ നിങ്ങൾ അത് എന്താണെന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കണം കേട്ടോ. ഒരു ബി ക്വസ്റ്റിനും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. എക്സ്പ്ലെയിൻ എനി 4 മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ആൻഡ് എനി 2 മെത്തേഡ്സ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സ്യൂട്ടബിൾ ഫോർ റീറ്റെയിൽ മാനേജേഴ്സ്. റീറ്റെയിൽ മാനേജറിന് സൂട്ടബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങൾ അത് എഴുതാനായിട്ട്. ആറാമത്തെ യൂണിറ്റ് എന്നുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള യൂണിറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ communication and describe the process and main meaning of communication used in retail organization. അതിലൊരു ബി ക്വസ്റ്റിനും കൂടെ പറയുന്നത് ഡിസ്കസ് ദ മേജർ ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സജസ്റ്റ് മെഷേഴ്സ് ടു ഓവർകം ദീസ് ബാരിയേഴ്സ്. ബാരിയേഴ്സ് ഏതാണെന്ന് കാണിക്കണം, അതേപോലെ തന്നെ അതിനെ ഓവർകം ചെയ്യാനുള്ള ടൂൾസ് അതും കൂടെ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാം എന്നുള്ള അതിന്റെ മെഷേഴ്സും കൂടെ നിങ്ങളത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഏഴാമത്തെ യൂണിറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള യൂണിറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് ഡിസ്കസ് എനി 2 മോട്ടിവേഷൻ തിയറീസ് റെലവെന്റ് ടു റീറ്റെയിൽ എംപ്ലോയീസ്. അത് ബി ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് പെർഫോമൻസ് അപ്രൈസൽ, സ്റ്റേറ്റ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബ്രീഫ്ലി ഡിസ്ക്രൈബ് എനി 3 ട്രഡീഷണൽ ഓർ മോഡേൺ മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. അതിന്റെ മോഡേൺ അപ്രൈസൽ ഏതാണെന്നുള്ള അതിന്റെ മെത്തേഡ്സും കൂടെ നമ്മളത് കാണിക്കണം. ഇത് എട്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ റിവാർഡ് സിസ്റ്റം, അതേപോലെ തന്നെ 9ാമത്തെ യൂണിറ്റ് പെർഫോമൻസ് അപ്രൈസൽ രണ്ടെണ്ണം കൂടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഗ്രീവൻസ്, ഡിസ്ക്രൈബ് എ മോഡൽ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ ആൻഡ് സ്റ്റേറ്റ് ദ എസെൻഷ്യൽ ഓഫ് എ സൗണ്ട് ഗ്രീവൻസ് പ്രൊസീജിയർ ഇൻ എ റീറ്റെയിൽ കോണ്ടെക്സ്റ്റ്. ഗ്രീവൻസിന്റെ ഏരിയ അതും ഇമ്പോർട്ടന്റ് ആണ്. 10ാമത്തെ യൂണിറ്റിലാണ് ഗ്രീവൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അതിലത്തെ ഒരു പോയിന്റ് കൂടെ വരുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ കൂടെ വരുന്നുണ്ട്. ഡിസ്കസ് ദ മീനിങ് ഓഫ് എംപ്ലോയി റിട്ടൻഷൻ ആൻഡ് കൗൺസിലിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ key factors and strategies that helps reduce staff turnover in retail organization. അപ്പോൾ എങ്ങനെ നമുക്ക് എംപ്ലോയി റിട്ടൻഷൻ എന്താണ് അതിന്റെ മീനിങ്ങും അതേപോലെ തന്നെ കൗൺസിലിംഗ് എന്താണ്, അതിന്റെ കീ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് 10ാമത്തെ യൂണിറ്റിനും അതേപോലെ തന്നെ 12ാമത്തെ യൂണിറ്റും 11ാമത്തെ യൂണിറ്റും എല്ലാം കൂടെ മിങ്കിൾ ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ഓവറോൾ എല്ലാം കൂടെ ചേർന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ടും ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ആൻസേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ലേൺവേഴ്സിന്റെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ, പാസ് ആവാനായിട്ട് പറ്റട്ടെ. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.